ശ്രീ ടി പി ജയചന്ദ്രൻ നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണോ ഇത് നിർബന്ധമാക്കുമ്പോൾ, വന്ദേമാതരം ആലാപനം നിർബന്ധമാക്കുമ്പോൾ നിങ്ങൾ കരുതിയത്, അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണോ? 24 മണിക്കൂർ സമയത്തിനകം മാപ്പ് പറയണം എന്ന ഒരു കാര്യം വെക്കുന്നു. രാജ്യം മാപ്പ് തരില്ല എന്നതാണ് അമിത്ഷാ പറയുന്നത്. ഇവിടെ ആലപിക്കുകയോ ആലപിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ള നാടാണ്. AICCക്കും അത്തരം സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയാണിത് ഈ നിലയിലൊക്കെ രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന വിഷയമാക്കി മാറ്റി ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് BJP ശ്രമിക്കുന്നു എന്ന തരത്തിൽ തോന്നിപ്പോകുന്നു? രേണുക, ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ വിഷയമല്ല, രാഷ്ട്രം സ്വീകരിച്ച ഒരു വിഷയത്തിൻ്റെ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. നോക്കൂ, 1996 ആരംഭിച്ച് 1800കളിൽ ആരംഭിച്ച് 40-40 വർഷക്കാലം ഇത് ആലപിച്ച് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു വൈദ്യുത സ്ഫുലിംഗം പോലെ ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിച്ച ഒരു മഹത്തായ ഗാനത്തിൻ്റെ 150ാം വാർഷികമാണ് രേണുക ഇത്. ആ ഗാനത്തെ വികലമാക്കരുത് എന്നുള്ള ഒരു നിയമമാണ് പാസാക്കിയത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ ഗാനം പാടാം, പാടാതിരിക്കാം, കേരളത്തിൽ പാടിയില്ല, ഒന്നും ചെയ്യാനില്ല. പക്ഷെ പാടുമ്പോൾ അതിന് വികലമാക്കരുത്, അതിന് അനാദരിക്കരുത്. ഇനി രേണുക നിങ്ങൾ നോക്കൂ, ഇത് എൻ്റെ സുഹൃത്ത് സമ്പത്തൊക്കെ എല്ലാത്തിലും കുത്തിച്ചെലുത്തുന്ന വർഗീയതയുടെ അളവുകോൽ വെച്ച് നടക്കുക നമ്മൾ. ഈ ഗാനം ഇന്ത്യ രാജ്യത്തെ എൻ്റെ ഓർമ്മയിൽ 1-2 സംസ്ഥാനങ്ങൾ ഒഴികെ, എല്ലാത്തിനെയും എതിർക്കുന്ന ശീലമുള്ള 1-2 സംസ്ഥാനങ്ങൾ ഒഴികെ മുഴുവൻ സംസ്ഥാനങ്ങളും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ, അതാണല്ലോ ഇവരിങ്ങനെ താളത്തിൽ പറയുന്നത്, എല്ലാവരും പാടിയില്ലേ? നോക്കൂ, ഇതിൽ ഇവിടെയാണ് മതേതരത്വത്തിൻ്റെ ഒരു ഭീഷണി, ഒരു വ്രണപ്പെടലുണ്ടായത്. സമ്പത്തെ, താങ്കൾ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് സമ്പത്തിന് അറിയോ? ഒമർ അബ്ദുള്ളയാണ്. 6 സ്റ്റാൻസയും പാടിയപ്പോൾ അദ്ദേഹത്തിന് വ്രണപ്പെട്ടു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അത് സ്വീകരിച്ചു രേണുക. നോക്കൂ, AICC മുന്നോട്ട് വെച്ച ഒരു വാക്കിനെ പോലും ആ പാർട്ടിക്കാരെങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടോ? അത് അംഗീകരിക്കുന്നുണ്ടോ? അവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടോ? നിലപാട് കേരളത്തിൽ ഔദ്യോഗിക ചടങ്ങിന്റെ ഭാഗമായില്ല അത് എന്നൊരു വസ്തുതയുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ ടി പി ജയചന്ദ്രൻ, നോക്കൂ, ഈ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന, അതിലൊക്കെ പ്രധാന കണ്ണിയായ കോൺഗ്രസിനെ ദേശസ്നേഹം ഇനി BJP പഠിപ്പിക്കേണ്ടതുണ്ടോ? അത് ദേശവിരുദ്ധമാണ് എന്ന് കാണിച്ച് ആ നിലയിൽ നിയമ നടപടികളിലേക്ക് കടക്കുന്നത് എത്ര മൗഢ്യമാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. രേണുക, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്തുന്നതിന് പകരം, ആങ്കറല്ലേ, എൻ്റെ സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നോട് നിർത്താൻ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ ചോദ്യവും ചോദിച്ചോ, ഞാൻ കേട്ടോളാം. ഇനി നിങ്ങളീ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ ഞങ്ങൾ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നില്ല രേണുക. കോൺഗ്രസിനെ ഈ രാജ്യത്തെ ജനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് രാജ്യസ്നേഹം. കോൺഗ്രസ്സുകാർ പഠിപ്പിക്കുന്നു. ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ വായെ കയറിയത്. DK ശിവകുമാർ 6 സ്റ്റാൻസയും പാടിയപ്പോഴും അതേതരത്തെ ഇടിഞ്ഞു വീണു പോയോ? നോക്കൂ, തെലങ്കാനയിലെ രവന്ത് റെഡ്ഡി ഈ പാട്ട് പാടിയപ്പോൾ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഹിമാചൽ പ്രദേശിലെ സുവീന്ദർ സിംഗ് പാടിയപ്പോൾ കുഴപ്പമുണ്ടായോ? ഷിബു സോറന്റെ 4 കോൺഗ്രസ് മന്ത്രിമാരുള്ള ഷിബു സോറന്റെ നാട്ടിൽ ഇത് പാടിയപ്പോൾ കുഴപ്പമുണ്ടായോ? മിസോറാമിൽ പാടിയപ്പോൾ കുഴപ്പമുണ്ടായോ? അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടില്ല എന്നുള്ളത് വ്യക്തമായില്ലേ? അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടില്ല എന്നുള്ളത് വ്യക്തമായില്ലേ? കേരളത്തിലും ഇല്ല. ഞാൻ കേരളത്തിലും ഇല്ല. നിങ്ങൾ സ്ഥാപിച്ചു തരാം. കേൾക്കൂ, നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കൂ. നോക്കൂ, ഈ മാസം 18-ാം തീയതി മെയ് 18-നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങ്. 6 സ്റ്റാൻസയും ലീഗുകാരുൾപ്പെടെ മുഴുവൻ ആളുകളും ഇരുന്ന് 6 സ്റ്റാൻസ പാടിയത് കേട്ടോ? പിന്നീട് ആദ്യത്തെ നയപ്രഖ്യാപന സമ്മേളനത്തിൽ, അത് അന്ന് നിയമമായിട്ടില്ല, അന്ന് പകുതിയെങ്കിലും പാടിയോ? കേരളത്തിൽ ഒരു സർക്കുലർ ചീഫ് സെക്രട്ടറി, ആർക്കാ ചീഫ് സെക്രട്ടറി ശമ്പളം കൊടുക്കുന്നത്, ആര് പറഞ്ഞ ആൾ കേൾക്കാന്നൊക്കെ രേണുക നിങ്ങളും ഞാൻ ചർച്ച ചെയ്യണോ? അത് കേരളത്തിൽ സർക്കുലർ പാസ് ചെയ്തോ? ഈ രാജ്യത്ത് രേണുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് 30 കൊല്ലത്തോളം ബംഗാൾ ഭരിച്ച്, സമ്പത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്, 30 കൊല്ലം ഭരിച്ച ബംഗാളിൽ, അവിടെ നിന്നാണ് ഈ ഗാനത്തിൻ്റെ ഉത്ഭവമുള്ളത്. രവീന്ദ്രനാഥ് ടാഗോർ ആയാലും ബങ്കിം ചന്ദ്ര ചാറ്റർജി ആയാലും, ആ സംസ്ഥാനത്ത് CPM-ന്റെ കുതന്ത്രങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞ് അവിടെ ഈ വർഷം BJP അധികാരത്തിൽ എഴുതിയ വർഷം കൂടിയാണ്. ഈ വർഷം എന്ന് പറയുന്നത് വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികമാണ്. ഇന്ന് നിങ്ങളറിയാം, ഇന്ത്യ രാജ്യം മുഴുവൻ ഏറ്റെടുത്ത ഒരു വൈദ്യുത സ്ഫുലിംഗം പോലെ അവരെ ആവേശഭരിതമാക്കുന്ന ഒരു ഗീതമാണ്.
ആ ഗീതത്തിൽ AICC കൊടുത്ത സർക്കുലർ പോലും 4 ചുരുട്ടി കീറി കുപ്പയിലെറിഞ്ഞ് AICയുടെ ആസ്ഥാനത്ത് പാടിയപ്പോൾ ഇവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ മാതിരി അല്ലല്ലോ പവൻ ഖേര പറഞ്ഞത്. പവൻ ഖേരയേക്കാൾ വലിയ ആളാണോ നമ്മൾ വിളിച്ചു വരുത്തിയിരിക്കുന്ന റോണിക്ക്? അല്ല റോണി, എന്താ പവൻ ഖേര പറഞ്ഞത്? അനാദരിച്ചിട്ടില്ല. എന്താണ് സർ അവിടെ ജയറാം രമേശ് പറഞ്ഞത്? കസേര ചോദിച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അറിയാൻ രേണുക, ഈ ഗാനത്തെ എതിർക്കുന്നത് കോൺഗ്രസിന്റെ ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. ഞങ്ങൾ അവരെ ദേശസ്നേഹം പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾ അവരെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നില്ല, ഈ രാജ്യത്തെ ജനത പഠിപ്പിക്കുമെന്നാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ പഠിപ്പിക്കുമെന്നതാണ് അമിത്ഷായും ആ വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചത്.